അതീവ ഗുരുതരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. കാരണം പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ വടക്കേ ഇന്ത്യൻ, അതായത് കുംഭമേളയില് അവിടെ താരമായി മാറിയത്, അല്ലെങ്കിൽ അവിടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പെൺകുട്ടി, അവരുടെ സൗന്ദര്യവും അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിക്കാൻ എന്നുള്ള രീതിയിൽ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അതുപോലെ തന്നെ ഒരു പ്രായപൂർത്തിയായത് അല്ലെങ്കിൽ ഒരു യുവാവുമായിട്ട് വിവാഹം, അതും മറ്റൊരു വിശ്വാസത്തിലുള്ള ഒരു യുവാവുമായിട്ടുള്ള വിവാഹം ഒരു അമ്പലത്തിന്റെ മുൻപിൽ വെച്ചോ അല്ലെങ്കിൽ അമ്പലത്തിന്റെ സാന്നിധ്യത്തിലോ നടത്തി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ പെൺകുട്ടിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് എത്ര പ്രായമായി എന്നുള്ളതൊക്കെ കേരള പോലീസ് വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള അപാകതയാണ് സംഭവിച്ചിരിക്കുന്നത്. പോലീസിന് ഈ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുവാനുള്ള അധികാരമോ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കുള്ള യാതൊരു സാഹചര്യവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ ഇതിന്റെ പിന്നില് ആര് തന്നെ പ്രവർത്തിച്ചാലും, ആരാണെങ്കിലും നിയമവിരുദ്ധമായിട്ട്, കാരണം പ്രായപൂർത്തിയാവാത്ത ആ കുട്ടിയുടെ അച്ഛൻ അവിടെ വന്നു, പോലീസ് സ്റ്റേഷനിൽ വന്നു, കരഞ്ഞ് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. ആ കുട്ടിയെ ഒന്ന് കാണിച്ചു കൊടുക്കുവാനോ ആ കുട്ടിയുമായിട്ട് ഒന്ന് സംസാരിക്കുവാനോ ഉള്ള അവസരം പോലും പോലീസ് നിഷേധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഒരു കാരണവശാലും നിയമപരമായിട്ട് നിലനിൽക്കുന്നതല്ല. ഇതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മറ്റ് ആളുകൾ, ഇപ്പൊ രാഷ്ട്രീയ നേതാക്കള് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ അതിനോടൊപ്പം നിന്നത്, അവരതൊക്കെ അന്വേഷിച്ചിട്ട് ധാർമ്മികമായിട്ടുള്ള ഒരു കടമയുണ്ട്. നമ്മളുടെ ഒരു പെൺകുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയി UP-യിലോ MP-യിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തമിഴ്നാട്ടിലായിക്കോട്ടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് ഈ രീതിയിൽ ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ അവളെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് അവിടുത്തെ ഉത്തരവാദിത്തമുണ്ടെന്ന് പറയപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ പോലീസ്, ഇവരെല്ലാം കൂടെ ചേർന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പിതാവിനുണ്ടാകുന്ന വേദന, അല്ലെ ആ കുടുംബത്തിനുണ്ടാകുന്ന വേദന അത് തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ആ കുട്ടിയുടെ പിതാവ് ഒപ്പം തന്നെ നിന്ന് പറയുന്നുണ്ട്, കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, മതമല്ല പ്രശ്നം, മറ്റൊരു പ്രശ്നവും ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ വിവാഹ സമയമായില്ല എന്ന് ആവർത്തിക്കുമ്പോഴും ഇവിടെയുള്ള നേതാക്കൾ വിവാഹം നടത്തി കൊടുക്കാനാണ് മുൻകൈ എടുത്തത്. അത് മന്ത്രിയടക്കം എത്തിയാണ് വിവാഹം നടത്തിയത്. ഒരു കാരണവശാലും അങ്ങനെയൊന്നും അവര് രാഷ്ട്രീയ നേതാക്കൾക്കോ അല്ലെങ്കിൽ ഉത്തരവാദിത്ത സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾക്കോ ഒന്നും അതിന്റെ കൂടെ അല്ല നിൽക്കേണ്ടത്. അതിന്റെ നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ അല്ലെങ്കിൽ നിയമപരമായിട്ടൊരു പരിരക്ഷ ഇല്ലാത്ത ഒരു കാര്യത്തിന് ഇവിടെ ആരുമായിക്കൊള്ളട്ടെ, എത്ര വലിയ നേതാവായിക്കൊള്ളട്ടെ, അതിനോട് പിന്തുണച്ച് കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ അതിനകത്ത് ഒരു കാരണവശാലും നിയമപരമായിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. സർ, ഒരു കാര്യം കൂടെ, ഒരു സംശയം കൂടെ, ഇവിടെ പോലീസിന് വീഴ്ച സംഭവിച്ചോ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് വ്യക്തത വരാൻ വേണ്ടിയാണ്. അതായത് കാമുകനോടൊപ്പം ഈ പെൺകുട്ടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് അഭയം പ്രാപിച്ചത്. അപ്പോൾ ആ പോലീസ് കൃത്യമായി അവിടെയുള്ള വിവരങ്ങൾ തേടി സാധാരണഗതിയിൽ ഈ കുട്ടിയുടെ സ്ഥലത്ത്, അതായത് മധ്യപ്രദേശിലാണെങ്കിൽ അവിടെയുള്ള പോലീസിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് രേഖകൾ കണ്ടെത്തേണ്ട ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു സാവകാശമെങ്കിലും നേടണ്ടേ? കാരണം മറുവശത്ത് നിൽക്കുന്നത് കുട്ടിയുടെ പിതാവും കുടുംബവുമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്ന സംഭവങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഈ കുട്ടി ഏത് സ്റ്റേറ്റിൽ നിന്നാണ്, ഏത് ജില്ലയിൽ നിന്നാണ്, ഏത് ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്, ഇതൊക്കെ പാവപ്പെട്ട കുട്ടികളാണ്. ഏതോ കുംഭമേളയിൽ മാല വിൽക്കാനായി വന്ന പാവപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട പെൺകുട്ടികളാണ്. അവരെയൊക്കെ അവിടെ നമ്മളുടെ ഈ പറയുന്ന കേരളത്തിലെ പോലുള്ള സാക്ഷരതയോ അല്ലെങ്കിൽ അത്രമാത്രം സാംസ്കാരികമായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടോ അല്ലെങ്കിൽ അറിവിന്റെ കാര്യത്തിലോ ഒന്നും ഉയർന്നവരല്ല. അവരിവിടെ വന്നപ്പോൾ പോലീസ് ഉത്തരവാദിത്വത്തോടുകൂടി ആ കൺസേൺ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ ജില്ലയിലോ അവിടെ ആരെയാണോ വിളിച്ച് അത് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമയും സാഹചര്യവും അല്ലെങ്കിൽ ഒരു സാവകാശവും ഒക്കെ അവർ പുലർത്തേണ്ടതായിരുന്നു. അവരെ എടുത്തുചാടി ഈ കാര്യത്തിലേക്ക് വന്നു. ഇത് ഒരു കാരണവശാലും ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടും. ഈ കുട്ടിയുടെ പിതാവ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പൊ അതിനുള്ള ഉത്തരമൊക്കെ പറയേണ്ടി വരും. പോക്സോ കേസ് എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളല്ല. അതിന് കൂട്ടുനിൽക്കുകയും അതിന് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവരൊക്കെ പ്രതികളാകാനുള്ള സാഹചര്യം ആ നിയമത്തിലുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇത് നമുക്ക് പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ ആർക്കുമേ അനുവദിക്കാൻ പറ്റില്ല. ആ കുട്ടിയുടെ അച്ഛനോടൊപ്പമാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ സമൂഹം അതിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.